ഹിജ്റ 9-ലോ 10-ലോ ആണ് ഹജ്ജ് നിർബന്ധമാക്കപ്പെട്ടത്. ഹിജ്റ 9-ാം ആണ്ടിലോ 10-ാം ആണ്ടിലോ ഒറ്റ ഹജ്ജ് മാത്രമേ പുണ്യ നബി ചെയ്തിട്ടുള്ളൂ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. ഹിജ്റയ്ക്ക് ശേഷം 4 ഉംറ പുണ്യ നബി ചെയ്തിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജാണ് നമ്മൾ ചുരുക്കിയിട്ട് വിവരിക്കുന്നത്. അതിലൂടെ നമ്മൾ നബിയോടൊപ്പം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് ചെയ്യുന്ന പോലുള്ള ഒരു മാനസികമായ അവസ്ഥയിൽ നിലകൊള്ളുകയും ആ മാനസികമായ അവസ്ഥയിൽ തന്നെ ഹജ്ജ് ചെയ്ത് മടങ്ങാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് ഉദ്ദേശിച്ചു ജനങ്ങളെ വിളിച്ചിട്ട് വിവരമറിയിച്ചു. സഹാബത്ത് ഒരുങ്ങിയെത്തി. വലിയൊരു ജനാവലി പുണ്യനബിയോടൊപ്പം എത്തി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. മുന്നിലും പിന്നിലും വലത്തും ഇടത്തുമായിട്ട് ആൾക്കൂട്ടം പുണ്യനബിയോടൊപ്പം ഒഴുകി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് തന്നെയാണ് ഹജ്ജത്തുൽ വിദാ. വിടവാങ്ങൽ ഹജ്ജ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ തോന്നും വേറെ ഹജ്ജ് ഉണ്ടോ? ഇല്ല, ഒറ്റ ഹജ്ജ് പുണ്യനബി ചെയ്തിട്ടുള്ളൂ. ആ ഹജ്ജ് തന്നെ വിടവാങ്ങലായി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യത്തെ ഹജ്ജും അത്, അവസാനത്തെ ഹജ്ജും അത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജിന്റെ മാതൃക ഉറ്റുനോക്കാൻ ആ ഒറ്റ ഹജ്ജിലേക്ക് നോക്കിയാൽ മതി. സംശയങ്ങളുടെ യാതൊരു പ്രസക്തിയില്ല, ആശങ്കകൾക്ക് അവകാശമില്ല. ഒറ്റ ഹജ്ജേ ഉള്ളൂ. ആ ഹജ്ജിന്റെ ചടങ്ങുകളിലേക്ക്, അനുഷ്ഠാനക്രമങ്ങളിലേക്ക് ഉറ്റുനോക്കിയാൽ മതി. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് ഉദ്ദേശിച്ച് ജനങ്ങളെ വിവരമറിയിച്ചു. ജനങ്ങൾ എത്തിയിട്ട് പുറപ്പെട്ടു. മദീനയിൽ നിന്ന് ദുൽഖഅദ 25-ന് ശനിയാഴ്ച ളുഹറിന്റെ ശേഷം പുണ്യ നബി പുറപ്പെട്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. ളുഹറിന് ശേഷം എത്ര കൃത്യമാണ്, എത്ര സൂക്ഷ്മമായ ചരിത്രമാണ്. 25 ശനിയാഴ്ച ളുഹറിന് ശേഷം ളുഹർ 4 റക്അത്ത് പുണ്യ നബി നമസ്കരിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. ചുരുക്കിയിട്ടില്ല എന്നർത്ഥം. അതാണ് 4 റക്അത്ത് എന്ന് പ്രത്യേകം അത് റിപ്പോർട്ട് ചെയ്യുന്ന മഹാപണ്ഡിതന്മാർ എടുത്തു പറയാനുണ്ടായ കാരണം. ചുരുക്കിയിട്ടില്ല യാത്ര പുറപ്പെടുമ്പോ, അഥവാ കസ്റാക്കിയിട്ടില്ല എന്നർത്ഥം. എന്നിട്ട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ അഭിസംബോധന ചെയ്ത് പ്രസംഗിച്ചു. പുറപ്പെടുന്ന സമയത്ത് തന്നെ ഇഹ്റാമിനെ പറ്റി പറഞ്ഞു. അതിന്റെ വാജിബാത്തുകൾ വിവരിച്ചു കൊടുത്തു. അതിന്റെ സുന്നത്തുകളും പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവരിച്ചു കൊടുത്തു. പിന്നെ അവിടുന്ന് ലബ്ബൈക്ക് ചൊല്ലി. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക്, അത് പൂർണ്ണമായിട്ട് ചൊല്ലി. എന്നപ്പോഴോ ജനങ്ങൾ കൂട്ടിയും കുറച്ചും ചൊല്ലി. ജനങ്ങൾ കുറച്ചതിൽ ചില ലഫ്ളുകൾ കൂടിയിട്ടും കുറഞ്ഞൊക്കെ ചൊല്ലി. അപ്പോൾ പുണ്യ നബി തടഞ്ഞില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. കേട്ട് ചൊല്ലുമ്പോൾ ആളുകൾ 1-2 ലഫ്ളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂട്ടിച്ചേർത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിലക്കാൻ പോയില്ല. അതിനൊരു ചെറിയ വിട്ടുവീഴ്ച കൊടുത്തു എന്നർത്ഥം. ഹജ്ജിന്റെ ദുആകളിലൊക്കെ വലിയ കാർക്കശ്യം വേണ്ട എന്നുള്ളതിലേക്കുള്ള സൂചന പോലെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ തടഞ്ഞില്ല. അവിടുന്ന് തൽബിയത്ത് ചൊല്ലിക്കൊണ്ടേയിരുന്നു. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഒറ്റ വാഹനത്തിലായിരുന്നു. യാത്ര ചെയ്ത് പുറപ്പെട്ട് അൽ അബ്വാ എന്ന സ്ഥലത്തെത്തി. അൽ അബ്വായിലെത്തി വാദി, അവിടുന്ന് യാത്ര പോയി വാദി അസ്ഫാൻ താഴ്വാരത്തിലെത്തി. യാത്ര പുറപ്പെടുന്ന വഴിയിലുള്ള സ്ഥലങ്ങൾ വരെ രേഖപ്പെടുത്തപ്പെട്ട സ്ഥലങ്ങൾ. അവിടുന്ന് സർഫിലെത്തി. പിന്നെ ദീതുവ എന്ന സ്ഥലത്തിറങ്ങി സല്ലല്ലാഹു അലൈഹി വസല്ലം. ശനിയാഴ്ചയാണ് അവിടെ എത്തിയത്. അത് ദുൽഹജ്ജ് 4-ാം തീയതി. ദുൽഹജ്ജ് 4-ാം തീയതി ശനിയാഴ്ച പുണ്യ നബി മുസ്തഫ. വലിയ പ്രത്യേകതയായിട്ട് ഞാനിതാണ് കാണുന്നത്. കാരണം ഹജ്ജിനെ കുറിച്ചുള്ള വിവരണങ്ങളിൽ പുണ്യ നബിയുടെ ഹജ്ജ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രീതിയിൽ വിവരിക്കപ്പെടാറില്ല. അതങ്ങനെ വിവരിക്കപ്പെടണം എന്നാണ് എൻ്റെ ആഗ്രഹം. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. കാരണം അതുകൊണ്ട് ഹജ്ജ് പഠിക്കുക മാത്രമല്ല, നമ്മുടെ കരൾ തുടിക്കുന്നുണ്ട്, നമ്മുടെ ഹൃദയം കോരിത്തരിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹാദരത്താൽ നമ്മുടെ ശരീരവും ആത്മാവും കോരിത്തരിക്കുന്നുണ്ട്.
ദീതുവ എന്ന സ്ഥലത്തെത്തി ശനിയാഴ്ച. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫജ്ർ നിസ്കരിച്ചു. അവിടെ നിന്ന് കുളിച്ചു മക്കയിലേക്ക് തിരിച്ചു. പകലാണ് മക്കയിലെത്തിയത്. എല്ലാ വിവരണവും കേട്ടോ, ചുരുക്കി പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജ് വിശദീകരിച്ചപ്പോൾ ഇഹ്റാം കെട്ടുന്ന കാര്യം ഇതിൽ പറഞ്ഞങ്ങനെ വിവരിച്ചു പോകുന്നില്ല. അതിന്റെ പ്രധാന ഭാഗങ്ങൾ ഹറമിലെത്തിയപ്പോൾ പറഞ്ഞു, അല്ലാഹുമ്മ സിദ് ബൈതക ഹാദാ തശ്രീഫൻ വ തഅളീമൻ വ തക്രീമൻ വ മഹാബതൻ. അല്ലാഹുവേ, നിന്റെ ഈ ഭവനത്തിന് നീ ബഹുമാനം ഏറ്റിക്കൊടുക്കണമേ, നീ മഹത്വം ഏറ്റിക്കൊടുക്കണമേ, നീ ഗാംഭീര്യവും വർദ്ധിപ്പിച്ചു നൽകണമേ അല്ലാ എന്ന് പുണ്യനബി പ്രാർത്ഥിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ കൈ ഉയർത്തിക്കൊണ്ട് അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി ഹറമിലെത്തുമ്പോ എന്നിട്ട് കൈ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, അല്ലാഹു അക്ബർ, അല്ലാഹുമ്മ അന്തസ്സലാം വ മിൻകസ്സലാം ഹയ്യിനാ റബ്ബനാ ബിസ്സലാം എന്ന് ചൊല്ലി. അതുകൊണ്ട് ഹറമിലെത്തുമ്പോ അങ്ങനെ ചൊല്ലൽ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി ഹറമിലെത്തി കഅബക്ക് നേരെ മുഖം തിരിച്ചു. അതാണ് ഹറമിലെത്തിയാ ചെയ്യേണ്ടത്, കഅബക്ക് നേരെ മുഖം തിരിച്ചു. അവിടെയും ഇവിടെയല്ല ആദ്യം നോക്കേണ്ടത്. കഅബ ഷരീഫ് കാണാനുള്ള മോഹമാണ്, കഅബയാണ്. ഹൃദയത്തിലൊരു കടലുണ്ട്, ആ കടലിൽ തിരമാലകൾ അലയിട്ടടിക്കുകയാണ്. പുണ്യമാക്കപ്പെട്ട കഅബ ഒന്ന് ദർശിക്കുവാൻ പരിശുദ്ധ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബക്ക് നേരെ മുഖം തിരിച്ചു. ഹജറുൽ അസ്വദിന്റെ അടുത്തെത്തിയിട്ടതിനെ ചുംബിച്ചു. എന്നിട്ട് കഅബയെ ഇടതുഭാഗത്താക്കി തവാഫ് തുടങ്ങി. തവാഫ് ചെയ്യുമ്പോൾ കഅബ ഇടതുഭാഗത്ത് തന്നെ. കഅബയെ ഇടതുഭാഗത്താക്കിയിട്ടാണ് തവാഫ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ 3 തവണ റംല് ചെയ്തു. അത് റംൽ എന്താന്ന് തവാഫിന്റെ കർമ്മശാസ്ത്രം പഠിക്കുമ്പോൾ പഠിക്കും. വേഗത്തിൽ പുണ്യനബി നടന്നിരുന്നു തവാഫിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ കാലുകളുടെ വിടവ് ചെറുതായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുവരെ സഹാബത്ത് നോട്ടി, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈക യാ നബിയല്ലാഹ് നടന്നിരുന്നു വേഗം. പക്ഷെ കാലുകൾക്കിടയിൽ അധികം വിടവുണ്ടായിരുന്നില്ല. സൂക്ഷിച്ചും ശ്രദ്ധിച്ചും സഹാബത്ത് തൊട്ടുപിറകെ എങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കിയിട്ട് അതാണ് ഇബാദത്ത്. അതിനെ പിൻപറ്റുക, അതിനെ അനുകരിക്കുക. കാലുകളുടെ വിടവ് ചെറുതായിരുന്നു. ഒരു തോളത്ത് തട്ടം, ഒരു തോള് തുറന്നിരുന്നു. കണ്ടോ, തവാഫിന്റെ വേളയിൽ ഒരു തോളത്ത് തട്ടം, ഒരു തോൾ തുറന്നിരുന്നു. അത് ആ സമയത്തേക്കുള്ള, നമ്മൾ ഇഹ്റാം കെട്ടുമ്പോഴേക്ക് അങ്ങനെ ചെയ്യരുതെന്നാണ് നേരത്തെ പറഞ്ഞത്. ഹജറുൽ അസ്വദിന് അടുത്തെത്തിയപ്പോൾ വടികൊണ്ട് ആംഗ്യം കാട്ടി. ഹജറുൽ അസ്വദ് മുത്തി തുടങ്ങി. വീണ്ടും ഹജറുൽ അസ്വദ് പാസ് ചെയ്യുന്ന നേരത്ത് ചുംബിക്കാൻ പോയില്ല, ആംഗ്യം കാട്ടി. ഈ ഒരു തോളത്ത് ഇഹ്റാമിന്റെ വസ്ത്രം ധരിച്ചിട്ട് മറ്റൊരു തോള് തുറന്നിടുന്നതിന് ഇൽത്തിബാ എന്നാണ് പറയാം. പോട്ടെ, ആംഗ്യം കാട്ടി. തവാഫിന് ശേഷം മഖാം ഇബ്രാഹീമിന്റെ പിന്നിലെത്തി. എന്നിട്ട് പുണ്യനബി ചൊല്ലി സല്ലല്ലാഹു അലൈഹി വസല്ലം, വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ല എന്ന ആയത്ത് അവിടുന്ന് ചൊല്ലി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ മഖാം ഇബ്രാഹീമിന്റെ, ഇബ്രാഹീം എന്ന സ്ഥലത്ത് നിങ്ങളും നിസ്കരിക്കാനൊരു ഇടം കണ്ടെത്തുക എന്ന ഖുർആന്റെ ആയത്ത് ചൊല്ലി വീണ്ടും ഹജറുൽ അസ്വദിന്റെ അടുക്കൽ പോയി ചുംബിച്ചു. മുമ്പിലുണ്ടായിരുന്ന വാതിലിലൂടെ സഫായിലെത്തി. തവാഫ് കഴിഞ്ഞ് അടുത്തെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നസ്സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ് അബ്ദഉ ബിമാ ബദഅ അല്ലാഹു ബി. സഫാ പർവ്വതവും മർവ പർവ്വതവും അല്ലാഹുവിന്റെ അടയാളങ്ങളിൽപ്പെട്ട 2 അടയാളങ്ങളാണ്. അല്ലാഹു തുടങ്ങിയതിനെ കൊണ്ട് ഞാനും തുടങ്ങുന്നു എന്ന് പുണ്യനബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഏകത്വവും അവന്റെ ഔന്നത്യവും ഉദ്ഘോഷിച്ചു. എന്നിട്ട് പറഞ്ഞു, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയ ദുആകൾ അങ്ങനെ തന്നെ ചൊല്ലണം.
അതാണ് ഉത്തമമെന്നും. അതാണ് സഫയിൽ വെച്ച് സഅയ് തുടങ്ങുമ്പോഴുള്ള ദുആ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു വഅൻജസ വഅദഹു വനസറ അബ്ദഹു വഹസമൽ അഹ്സാബ വഹ്ദഹു എന്ന് പുണ്യ നബി ചൊല്ലി സല്ലല്ലാഹു അലൈഹി വസല്ലം. തവാഫും സഅയും അങ്ങനെ പൂർത്തിയായി. മക്കയിൽ 4 ദിവസം അവിടുന്ന് താമസിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. വ്യാഴാഴ്ച ഉദിച്ചപ്പോൾ എല്ലാ മുസ്ലിങ്ങളെയും കൂട്ടി മിനായിലേക്ക് പോയി സല്ലല്ലാഹു അലൈഹി വസല്ലം. ളുഹറും അസ്റും അവിടെ വെച്ച് നമസ്കരിച്ചു. രാത്രിയും അവിടെ തങ്ങി. വെള്ളിയാഴ്ച സൂര്യൻ ഉദിച്ചപ്പോൾ അറഫയിലേക്ക് പുറപ്പെട്ടു. അപ്പൊ അറഫയിൽ ചെന്നപ്പോ അവിടുന്ന് കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. നെമിറയിൽ അവിടുത്തേക്കായി ഖൈമ നേരത്തെ തന്നെ കെട്ടി സജ്ജീകരിച്ചത് കണ്ടു. ഒരു കൂടാരം സഹാബത്ത് നബി എത്തുന്നതിന് മുമ്പ് തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖൈമ കെട്ടിയിരുന്നു. അറഫയിൽ പുണ്യ നബിക്കായി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈമ കെട്ടിയത് കണ്ടു. അവിടെ ഇറങ്ങി. അല്പം കഴിഞ്ഞപ്പോൾ ഖസ്വാ എന്ന ഒട്ടകത്തെ തയ്യാറാക്കി നിർത്താൻ കൽപ്പിച്ചു. നബിയുടെ പ്രിയപ്പെട്ട സ്വന്തം ഒട്ടകമായിരുന്നു ഖസ്വാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അറഫയുടെ ഒരു ഭാഗത്ത് ഇറങ്ങിയിട്ട് അതിന്റെ അകത്തേക്ക് പോകാൻ ഒട്ടകത്തിന്മേൽ കയറി. ഒട്ടകത്തെ തയ്യാറാക്കി നിർത്താൻ കൽപ്പിച്ചു. അതിൽ കയറി അറഫയുടെ മധ്യഭാഗത്തെത്തി. വാഹനത്തിൽ ഇരുന്നു കൊണ്ട് പുണ്യ നബി പ്രസംഗിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങൾ ഓരോന്നായിട്ട് ആ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞു. ശിർക്കിനെ കുറിച്ച് സൂചന നൽകി, ജാഗ്രത നൽകി. ജാഹിലിയത്തുകളെയും ജഹാലത്തുകളെയും അവിടുന്ന് തകർത്തു കളഞ്ഞു. ആ പ്രസംഗത്തിൽ നിരോധനങ്ങൾ വിവരിച്ചു. മനുഷ്യ സംസ്കാരത്തിൽ മാനവ നന്മക്ക് എന്തൊക്കെ നിഷിദ്ധമായിട്ടുണ്ടോ അതൊക്കെ ആ പ്രസംഗത്തിൽ നിഷിദ്ധമെന്ന് കൽപ്പിച്ചു. അന്യന്റെ രക്തം അന്യായമായിട്ട് ചിന്തരുത്, മുതൽ അപഹരിക്കരുത്, മറ്റുള്ളവന്റെ അഭിമാനം പിച്ച് ചീന്തരുത്. ജാഹിലിയത്തിന്റെ അസമത്വങ്ങളെ പാദത്തിനടിയിലിട്ട് അവിടുന്ന് ചവിട്ടിഞ്ഞരിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. കുടുംബമഹിമ, ഗോത്രപ്പോരുകൾ, വംശീയത, വർഗീയത, വിഭാഗീയത അതിനെയൊക്കെ എൻ്റെ കാലിൻ്റെ അടിയിലിട്ട് ഞാനിതാ ചവിട്ടിയരക്കുന്നുവെന്ന് പുണ്യനബി പ്രസ്താവിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്ത്രീകളോട് സദ്ഭാവത്തിൽ പെരുമാറണമെന്ന് അഭ്യർത്ഥിച്ചു. ഏറ്റവും നല്ല പെരുമാറ്റം. അവിടെയും സ്ത്രീ വിഭാഗത്തെ മറന്നില്ല. അവരുടെ അവകാശങ്ങൾ എടുത്തു പറഞ്ഞു. ആഹാരത്തിലും വസ്ത്രത്തിലും ജീവനാംശത്തിലും അവർക്ക് അവകാശം നൽകി. ഉമ്മത്തിനോട് അള്ളാഹുവിന്റെ ഗ്രന്ഥം മുറുകെ പിടിക്കാൻ വസിയത്ത് ചെയ്തു. കിതാബുല്ലാഹ്, അള്ളാഹുവിന്റെ ഗ്രന്ഥമായ ഖുർആൻ, അത് മുറുകെ പിടിക്കണമെന്ന് വസിയത്ത് ചെയ്തു. നല്ല നിലയിൽ അതിനോട് ബന്ധം പുലർത്തിയാൽ ഒരിക്കലും വഴിപിഴക്കുകയില്ലെന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനിവിടെ വന്നതിനെ കുറിച്ച് നാളെ നിങ്ങളുടെ കാര്യത്തിൽ എന്നോട് ചോദ്യമുണ്ടാകുമെന്ന് പറഞ്ഞു. നിങ്ങളുടെ കാര്യത്തിൽ എന്നോട് ചോദ്യമുണ്ടാകുമെന്നും ഞാൻ ഉത്തരം നൽകേണ്ടി വരുമെന്നും പറഞ്ഞു. നിങ്ങളുടെ കാര്യത്തിൽ എന്നോട് ചോദ്യം വന്നാൽ ഞാൻ ഉത്തരം പറയേണ്ടി വരും. അപ്പൊ നിങ്ങളോട് ചോദ്യം വന്നാൽ നിങ്ങൾ എന്ത് പറയും എന്ന് പുണ്യനബി ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങ് ഒരു കുറവും വരുത്താതെ സത്യസന്ദേശം എത്തിച്ചു നൽകിയെന്നും ഗുണകാംക്ഷയുടെ ബാധ്യത പൂർണ്ണമായി വീട്ടിയെന്നും ഞങ്ങളിതാ പ്രഖ്യാപിക്കുന്നു യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം എന്ന് ആൾക്കൂട്ടം ഒറ്റ ശ്വാസത്തിലും ഒറ്റ ശബ്ദത്തിലും വിളിച്ചു പറഞ്ഞു. ഇപ്പൊ ഹജ്ജ് എവിടെ എത്തി? ഹജ്ജ് ഇപ്പൊ മനുഷ്യാവകാശ പ്രഖ്യാപനായി, ഹജ്ജ് സ്ത്രീവർഗത്തിന്റെ വിമോചനമായി, ഹജ്ജ് രാഷ്ട്രീയമായി, ഹജ്ജ് സാമൂഹിക വിപ്ലവമായി. യാ അല്ലാഹ്, ഹജ്ജ് മഹാവിപ്ലവത്തിന്റെ പരിവർത്തനത്തിന്റെ നാദമായി വ്യക്തി സംസ്കരണത്തിൽ നിന്ന് തുടങ്ങി ആഗോള സമൂഹത്തിന്റെ വിശ്വ സാഹോദര്യമായി
അത് കേട്ടപ്പോൾ പുണ്യനബി ആകാശത്തേക്ക് വിരൽ ചൂണ്ടി 3 വട്ടം പറഞ്ഞു, അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുമ്മ അശ്ഹദ്. അല്ലാഹുവേ നീ സാക്ഷിയാകണം, അല്ലാഹുവേ നീ സാക്ഷിയാകണം, അല്ലാഹുവേ നീ സാക്ഷിയാകണം. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഇവിടെ ഹാജരുള്ളവർ ഹാജരില്ലാത്തവർക്ക് ഇത് എത്തിച്ചു കൊടുക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ബിലാലിനോട് ബാങ്ക് വിളിക്കാൻ പറഞ്ഞു. ളുഹറിന്റെ 2 റക്അത്ത്, അസറിന്റെ 2 റക്അത്തും ജമ്മും കസറുമായിട്ട് പുണ്യനബി നമസ്കരിച്ചു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തിരിച്ചു വന്ന് ഒട്ടകപ്പുറത്ത് ഇരുന്നു. ദുആകൾ തുടങ്ങി. അല്ലാഹുമായുള്ള മുനാജാത്ത് നടത്തി. ധാരാളമായി റബ്ബിനോട് പ്രാർത്ഥിച്ചു. മാലിക്കുൽ മുൽക്കായ റബ്ബിന്റെ മുമ്പിൽ നബി കേണു പറഞ്ഞുകൊണ്ടേയിരുന്നു. കൈകൾ നെഞ്ചോളം ഉയർത്തി. കൃത്യമാണ്, കൈകൾ നെഞ്ചോളം ഉയർത്തി. ഏതുപോലെ സഹാബത്ത് രേഖപ്പെടുത്തുകയാണ്, മിസ്കീനായ ഒരു മനുഷ്യൻ യാചിക്കാൻ വേണ്ടി നിന്നുകൊടുക്കുന്ന പോലെ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം ദീർഘമായി ദുആ ചെയ്തുകൊണ്ടിരുന്നു. സൂര്യാസ്തമയത്തിലേക്ക് അടുക്കുന്നതിന് മുമ്പ് ദുആ തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കെ ആയത്ത് വന്നിറങ്ങി. اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. ഇന്നേ ദിവസം നിങ്ങളുടെ ദീൻ നിങ്ങൾക്ക് ഞാൻ പൂർത്തിയാക്കി തന്നു. എൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് പൂർണ്ണമായി ചൊരിഞ്ഞു തന്നു. ഇസ്ലാമിനെ ദീനായി നിങ്ങൾക്ക് ഞാൻ തൃപ്തിപ്പെട്ടു തന്നു. ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ഓതി കേൾപ്പിച്ചു. ആ ആയത്തിറങ്ങുമ്പോൾ നബി ദുആ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ലാഹുമ്മ ഇന്നക തസ്മഉ കലാമി, അല്ലാഹുവേ നീ എൻ്റെ സംസാരം ഇപ്പൊ കേൾക്കുന്നുണ്ട്. വതറാ മകാനി, ഞാൻ നിൽക്കുന്ന സ്ഥലം നീ കാണുന്നുണ്ട്. വതഅലമു സിർരി വഅലാനിയതി, എൻ്റെ പരസ്യവും രഹസ്യവും നീ അറിയുന്നുണ്ട്. ലാ യഖ്ഫാ അലൈക ശൈഉം മിൻ അംരി, എൻ്റെ ഒരു കാര്യവും നിനക്ക് മറഞ്ഞതല്ല റബ്ബേ. അനൽ ബാഇസുൽ ഫഖീർ, ഞാനൊരു ഫഖീറായ ആവശ്യക്കാരനാണ്. അൽ മുസ്തഗീസുൽ മുസ്തജീർ, നിന്നിലേക്ക് ആഗ്രഹവുമായിട്ട് തേടി വന്ന ഒരു ആവശ്യമർത്ഥിക്കുന്നവനാണ്. വൽ വജലുൽ മുഷ്ഫിഖുൽ മുഖിറുൽ മുഅ്തറിഫു ബിദുനൂബി, എൻ്റെ പാപങ്ങൾ ഏറ്റുപറയുന്നവനാണ്. അസ്അലുക സഅലതൽ മിസ്കീൻ, ഞാനൊരു മിസ്കീന്റെ യാചന ഇന്ന് നിന്നോട് ചോദിക്കുകയാണ്. വഅബ്തഹിലു ഇലൈക ഇബ്തിഹാലൽ മുദ്നിബ്, ഞാനൊരു പാപി കേണു പറയുന്ന പോലെ നിന്നോട് കേണു പറയുകയാണ്. വഅദ്ഉക ദുആഅൽ ഖായിഫിൽ മരീർ, പേടിച്ച് ഭയന്ന ഒരു ഭക്തന്റെ യാചനയാണ് ഇന്നത്തെ എൻ്റെ യാചന. മൻ ഖളഅത ലക റഖബതു വഫാളത ലക ഐനാ വദല്ല ജിസ്മു വറഗിമ അൻഫു ലക്, ഹൃദയം നിന്റെ മുമ്പിൽ കോരിത്തരിക്കുന്നു. നിന്നെ പേടിച്ച് നിന്നോട് ചോദിക്കുന്നു. നിന്റെ മുമ്പിൽ എൻ്റെ ശിരസ് കുനിഞ്ഞു റബ്ബേ, എൻ്റെ കഴുത്ത് നിന്റെ മുമ്പിൽ ഒടിഞ്ഞു റബ്ബേ, എൻ്റെ കണ്ണീര് കൊണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു റബ്ബേ. മൻ ഖളഅത ലക റഖബതു, എൻ്റെ ഈ കഴുത്ത് നിന്റെ മുമ്പിൽ കുനിഞ്ഞു. വഫാളത ലക ഐനാ, 2 കണ്ണും നിന്റെ മുമ്പിൽ നിറഞ്ഞൊഴുകി. വദല്ല ജിസ്മു, എൻ്റെ ശരീരം മുഴുവൻ നിന്റെ മുമ്പിൽ വളരെ താണതായി നിസ്സാരമായി എൻ്റെ തടി തളർന്നു പോയി. അല്ലാ, എൻ്റെ ശരീരം അങ്ങ് ക്ഷീണിച്ച് ഞാൻ അവശനായി. അല്ലാ, നിന്റെ മുമ്പിൽ അങ്ങേയറ്റം അവശതയോടുകൂടി നിലകൊള്ളുകയാണ്. അല്ലാഹുമ്മ ലാ തജഅൽനീ ബിദുആഇക റബ്ബി ശഖിയ്യാ, എന്നെ നിർഭാഗ്യവാനാക്കല്ലേ ഈ ദുആയുടെ കാര്യത്തിൽ. വകുംബി റഊഫർ റഹീമ, എന്നോട് അലിവുള്ളവനും ദയയുള്ളവനുമാകണമേ റബ്ബേ.
യാ ഖൈറൽ മസ്ഊലീന വയാ ഖൈറൽ മുഅ്തീൻ, ചോദിച്ചാൽ ഉത്തരം ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്തമനെ, ആവശ്യപ്പെട്ടാൽ കൊടുക്കുന്നവരിൽ ഏറ്റവും ഉത്തമനെ എന്ന് അവിടുന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജിബ്രീൽ ആഗമനം കൊണ്ട് അൽ-യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പൂർത്തിയാക്കി അനുഗ്രഹം പൂർണ്ണമായി ചൊരിഞ്ഞു തന്നു, ഇസ്ലാമിനെ തൃപ്തിപ്പെട്ടു തന്നു. ആദ്യമായി കണ്ണ് നിറഞ്ഞത് സിദ്ദീഖുൽ അക്ബറിന്റെ കണ്ണുകളാണ്. എന്തുകൊണ്ടെന്നാൽ ദീന് പൂർത്തിയാക്കുന്നുവെങ്കിൽ ഇത് ജിബ്രീലിന്റെ ആഗമനത്തിന്റെ അവസാനമാണ്, പരിശുദ്ധ ഖുർആന്റെ അവതരണത്തിന്റെ ഒടുക്കത്തിലേക്കുള്ള നീക്കമാണ്. എങ്കിൽ ഇത് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ദൗത്യത്തിന്റെ ഒടുക്കമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സിദ്ദീഖിന്റെ 2 കണ്ണുകൾ നിറഞ്ഞു. സൂര്യൻ അസ്തമിച്ചു. അവിടുന്ന് അറഫയോട് വിട പറഞ്ഞു. സല്ലല്ലാഹു അലൈഹി വസല്ലം സെയ്ദിന്റെ മകൻ ഉസാമ എന്ന പ്രിയപ്പെട്ട സഹാബിയെ, നബിക്ക് ഇഷ്ടപ്പെട്ട കുട്ടിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകത്തിൽ പിറകിൽ കയറ്റിയിരുത്തി വളരെ ശാന്തമായി എന്നാൽ ഗാംഭീര്യത്തോടെ ഒട്ടകം മുന്നോട്ട് നീങ്ങി. ഒട്ടകത്തിന്റെ മൂക്കുകയർ അവിടുന്ന് കയ്യിൽ പിടിച്ചിരുന്നു. ഒട്ടകത്തിന്റെ ശിരസ്സിനോട് എത്രമാത്രം അവിടുന്ന് അടുത്തിരുന്നുവെന്ന് ചോദിച്ചാൽ, ഒട്ടകം ഇങ്ങനെ നീങ്ങുമ്പോ തലയാട്ടുമ്പോ പുണ്യനബിയുടെ ശരീരത്തെ ഒട്ടകത്തിന്റെ തല ചെന്ന് സ്പർശിക്കുന്നുണ്ടോ എന്ന് കാണുന്നവർക്ക് തോന്നുമായിരുന്നു. ജനങ്ങളോട് അവിടുന്ന് പറയുന്നുണ്ടായിരുന്നു, മെല്ലെ പോവുക, ശാന്തരായിട്ട് പോവുക. വഴിയിലൊക്കെ തൽബിയത്ത് ചൊല്ലുന്നുണ്ടായിരുന്നു. അപ്പോഴേക്ക് മുസ്ദലിഫയിലെത്തി. അവിടെ എത്തിയ പാടെ ബിലാലിനോട് ബാങ്ക് മുഴക്കാൻ പറഞ്ഞു. ബിലാൽ ബാങ്ക് മുഴക്കി. അവിടുന്ന് എഴുന്നേറ്റു. സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകത്തിൽ നിന്ന് ചരക്കുകൾ ഇറക്കുന്നതിന് മുമ്പ് തന്നെ മഗ്രിബ് നമസ്കരിച്ചു, ഇശാ നമസ്കരിച്ചു. പെട്ടെന്ന് നബി വിശ്രമിക്കാൻ പോയി. സല്ലല്ലാഹു അലൈഹി വസല്ലം ഫജ്ർ വരെ കിടന്നുറങ്ങി. ഫജ്ർ ആദ്യത്തെ വക്തിൽ തന്നെ, അവ്വലക്തിൽ തന്നെ നമസ്കരിച്ചു. വീണ്ടും വാഹനത്തിൽ കയറി മശ്അറുൽ ഹറാമിൽ വന്നു. ഖിബ്ലക്ക് നേരെ മുഖം തിരിച്ചു. വീണ്ടും ദുആ തുടങ്ങി. അല്ലാഹുവിനോട് കേണ് പറഞ്ഞു. തക്ബീറും തഹ്ലീലും ദിക്റും ധാരാളം നടത്തി. അപ്പോഴേക്ക് സൂര്യപ്രകാശം വന്ന് വെളിച്ചമായിരുന്നു. സൂര്യോദയത്തിന്റെ സന്ദർഭമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ദലിഫയോട് വിട പറഞ്ഞു. ഫള് ഇബ്നു അബ്ബാസിന്റെ മകനായ എളാപ്പയുടെ മകനായ ഫളിനെ വാഹനത്തിൽ കയറ്റി. ചെറുപ്പക്കാരനാണ് ഉസാമ, ചെറുപ്പക്കാരനായ സഹാബി. 2 ഭാഗ്യവാന്മാരായ ചെറുപ്പക്കാരെ, ആദ്യം സെയ്ദിന്റെ മകനായ ഉസാമയെ പിന്നിലിരുത്തി. ഇപ്പോ ഫള് ഇബ്നു അബ്ബാസ് വളരെ സുന്ദരനായിരുന്നു. ഫള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപസാദൃശ്യം ഫളിലുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫളിലിനെ വളരെ അടുതിരറ്റ് സ്നേഹിച്ചിരുന്നു. ഫളിലിനെ പിറകിലിരുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 7 കല്ല് പെറുക്കാൻ പറഞ്ഞു. ഇബ്നു അബ്ബാസിനോട് കല്ല് പെറുക്കി വാദി മുഹസ്സറിന്റെ മധ്യത്തിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകത്തിന്റെ വേഗത കൂട്ടി. ഒട്ടകം വേഗത്തിൽ നടന്നു. എന്തുകൊണ്ടെന്നാൽ പുണ്യ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വേഗത കൂട്ടി. അത് അസ്ഹാബുൽ ഫീലിന്, ആനക്കലഹത്തിൽ ആനക്കൂട്ടർക്ക് അദാബിറങ്ങിയ സ്ഥലമായിരുന്നു. അതുവരെ ഒട്ടകത്തെ മെല്ലെ തെളിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബ പൊളിക്കാൻ വന്ന അബ്രഹത്തിനും സംഘത്തിനും അബാബീൽ പക്ഷികൾ വന്ന് കല്ലെറിഞ്ഞ് തകർത്ത സ്ഥലത്തെത്തിയപ്പോൾ വേഗം കടന്നുപോയി. വീണ്ടും മിനായിൽ തിരിച്ചെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പ്രസംഗിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമുൻ നഹറിന്റെ പ്രത്യേകതകളെ പറ്റി പറഞ്ഞു. അല്ലാഹുവിന്റെ അടുക്കൽ ആ ദിവസത്തിനുള്ള ശ്രേഷ്ഠതയെക്കുറിച്ച് വിവരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സകല നഗരങ്ങളെക്കാളും മക്കക്കുള്ള ഫളീലത്തിനെ കുറിച്ച് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ കിതാബിന്റെ പ്രകാശത്തിൽ മുന്നോട്ട് പോകാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനെ പിൻപറ്റുന്നതും തന്നെ അനുസരിക്കുന്നതും വാജിബാണെന്ന് പറഞ്ഞു.
പിന്നെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന്റെ മനാസിക്കും അഅമാലും വിവരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരസ്പരം കലഹിച്ച് നിങ്ങൾ കടിപിടി കൂടുന്നവരായി മാറരുത് എന്ന് സമുദായത്തിന് താക്കീത് ചെയ്തു. സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് ശേഷം അവിശ്വാസികളെ പോലെ തർക്കിച്ച് കലഹിച്ച് പരസ്പരം ചെതറി പടവെട്ടി നശിക്കരുത് എന്ന് കൽപ്പിച്ചു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാജരില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ആ ഉപദേശം ആവർത്തിച്ചു. എന്നിട്ട് പറഞ്ഞു, ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിന് ഇബാദത്ത് ചെയ്യണം. വസല്ലൂ ഖംസക്കും, നിങ്ങളുടെ 5 നേരം നിങ്ങൾ നിർബന്ധമായി നിസ്കരിക്കണം. വസൂമൂ ശഹ്റക്കും, നിങ്ങളുടെ മാസമായ റമദാനിൽ നിങ്ങൾ നോമ്പെടുക്കണം. വഅതീഉ ദാ അംറിക്കും, നിങ്ങളുടെ കൂട്ടത്തിലെ കൈകാര്യകർത്താക്കളെ അനുസരിക്കണം. തദ്ഖുലൂ ജന്നത റബ്ബിക്കും, അങ്ങനെ നിങ്ങളുടെ റബ്ബിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടക്കണം എന്ന് പരിശുദ്ധ നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. വിടവാങ്ങുന്ന വാക്കുകൾ പറയാൻ തുടങ്ങി സഹാബത്തിനോട്. ഞാൻ നിങ്ങളോട് വിട ചോദിക്കുകയാണ് എന്ന അർത്ഥത്തിൽ പല വാക്കുകളും അവിടുന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ ഹജ്ജിനെ വിടവാങ്ങൽ ഹജ്ജ്, ഹജ്ജത്തുൽ വിദാ എന്ന് പേര് കിട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനായിലെത്തി മൻഹറിൽ പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 63 ഒട്ടകങ്ങളെ തന്റെ പുണ്യകരം കൊണ്ട് ബലിയറുത്തു. 63 വയസ്സ്, 63 ഒട്ടകം. വിടവാങ്ങുന്ന സമയത്ത് 63 ഒട്ടകം. അലി കറമല്ലാഹു വജ്ഹുവിനോട് 100 തികയാനുള്ളത് കൂടി ബലികർപ്പിക്കാൻ കൽപ്പിച്ചു. 63 സ്വയം ബലിയെടുത്തു. ബാക്കിയുള്ളത് അലിയെ ഏൽപ്പിച്ചു, പൂർത്തിയാക്കാൻ കൽപ്പിച്ചു. അത് അലി പൂർത്തിയാക്കി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ മുടിയെടുത്തു, അത് വിതരണം ചെയ്തു. മനസ്സിലാക്കണം, എല്ലാവരും മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഓഹരി വെച്ചു കൊടുത്തു. പിന്നെ വീണ്ടും മക്കയിലേക്ക് പുറപ്പെട്ടു. സഹാബത്തിന്റെ കയ്യിൽ ഓരോരുത്തരും അത് ഏറ്റുവാങ്ങി. അവിടുത്തെ പുണ്യമാക്കപ്പെട്ട തിരുകേശം സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെത്തി തവാഫുൽ ഇഫാദ ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തവാഫിനെ തവാഫു സിയാറ എന്നും പേരിട്ടു. സംസമിന്റെ അടുക്കലെത്തി നിന്നുകൊണ്ട് സംസം വെള്ളം കുടിച്ചു. പിന്നെ വീണ്ടും മിനായിൽ മടങ്ങിയെത്തി അവിടെ രാത്രി കഴിച്ചുകൂട്ടി. പിന്നെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഭാതത്തെ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്നു. സൂര്യോദയം കഴിഞ്ഞു കുറച്ച് സമയമായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വാഹനത്തിൽ നിന്നിറങ്ങി ജംറയിൽ കല്ലെറിഞ്ഞു. ജംറയിൽ ഊലാ കൊണ്ട് തുടങ്ങി, പിന്നെ ജംറത്തുൽ ഉസ്താ, പിന്നെ ജംറത്തുൽ അഖബ. അതിന്റെ അടുക്കലെത്തിയിട്ട് എറിഞ്ഞു. പിന്നെ നബി വീണ്ടും മിനയിലെത്തി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ഒരു പ്രസംഗം ചെയ്തു. പിന്നെ വീണ്ടും ബലികർമ്മം നടത്തി. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യാമു തശ്രീഖിന്റെ 3 ദിവസങ്ങളിലും പിശാചിന്റെ പ്രതീകങ്ങളിൽ ജംറകളിൽ എറിഞ്ഞു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കക്ക് നേരെ തിരിഞ്ഞു. തവാഫുൽ വിദാ ചെയ്തു. ജനങ്ങളോട് മദീനയിലേക്ക് പുറപ്പെടാൻ കൽപ്പന നൽകി. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് യാത്ര പുറപ്പെട്ടു. പോകുന്ന വഴിക്ക് ഗദീർ ഹുമ്മിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രസംഗം ചെയ്തു. അവിടെ വെച്ച് ഇമാം അലിയുടെ പ്രത്യേകതകൾ എടുത്തു പറഞ്ഞു. മൻ കുന്തു മൗലാഹു ഫഅലിയുൻ മൗലാ, ആർക്കാണോ ഞാൻ യജമാനനായിട്ടുള്ളത് ആ ആൾക്ക് അലിയും യജമാനനാണെന്ന് പറഞ്ഞു. സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ വാലി മൻ വാലാ വഅദി മൻ അദാ, അല്ലാഹുവേ അലിയെ സ്നേഹിച്ചവനെ നീയും സ്നേഹിക്കുക, അലിയെ വെറുത്തവനെ നീയും വെറുക്കുക എന്ന് പുണ്യ നബി ഗദീർ ഹുമ്മിൽ വെച്ച് പ്രാർത്ഥിച്ചു. സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയപ്പോൾ 3 വട്ടം തക്ബീർ ചൊല്ലി
അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. എന്നിട്ട് പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആയിബൂന തായിബൂന ആബിദൂന ലിറബ്ബിനാ ഹാമിദൂൻ. സദഖല്ലാഹു വഅദഹു വനസറ അബ്ദഹു വഹസമൽ അഹ്സാബ വഹ്ദഹു എന്ന് ചൊല്ലിക്കൊണ്ട് അവിടുന്ന് മദീന തയ്യിബയിലേക്ക് പ്രവേശിച്ചു. നമ്മളും എങ്ങനെയാണ് ഞാൻ മദീന പറയാൻ ഉദ്ദേശിച്ചത്? നമ്മളും ഹജ്ജിന്റെ ആത്മാവ് എവിടെയാ? കഴിഞ്ഞിട്ട് നമ്മൾ ഹജ്ജിന്റെ മുമ്പോ അതിന്റെ ശേഷമോ നമ്മുടെ ഖൽബ് മദീനയിലെത്തുന്നു, നമ്മുടെ ഖൽബ് മദീനയെ വലയം വെക്കുന്നു. जिस तरह मौज मचलती है सफीने के लिए, जिस तरह मौज मचलती है सफीने के लिए, उसी तरह दिल बेताब तड़पते हैं मदीने के लिए. എങ്ങനെയാണോ തിരമാലകളുള്ള അലകടൽ കപ്പലിന് വേണ്ടി അലയടിക്കുന്നത്, അങ്ങനെയാണ് മദീന ഷരീഫിന് വേണ്ടി മോമിന്റെ ഹൃദയക്കടൽ അലയിട്ടടിക്കുന്നത്. അവിടുത്തെ തെരുവുകൾ, അവിടുത്തെ മൺതരികൾ, അവിടുത്തെ അന്തരീക്ഷം, അവിടുത്തെ ഈന്തപ്പനകൾ, പരിശുദ്ധ നബിയുടെ മസ്ജിദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. അതിലേക്ക് കടക്കുന്നു. മസ്ജിദിൽ റൗളത്തും മിൻ റിയാദിൽ ജന്ന മാ ബൈന ബൈതി വ മിൻബറി റൗളത്തും മിൻ റിയാദിൽ ജന്ന. എൻ്റെ വീടിനും എൻ്റെ മിമ്പറിനും ഇടയിലുള്ള സ്ഥലം റൗളത്തും മിൻ റിയാദിൽ ജന്ന, സ്വർഗത്തിന്റെ പൂങ്കാവനങ്ങളിൽപ്പെട്ട പൂങ്കാവനമാണ്. ഞാൻ എൻ്റെ മിമ്പറിൽ ഇപ്പ ഇരിക്കുമ്പോ ഞാൻ എൻ്റെ ഹൗള് കണ്ടുകൊണ്ടിരിക്കുന്നു. എൻ്റെ മിമ്പറിന്റെ അടിക്കല്ലുകൾ ഹൗളിന്റെ മീതയാണെന്ന് പുണ്യ റസൂൽ, ഹൗലുൽ കൗസറിന്റെ മീതയെന്ന് പുണ്യ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. അവിടുത്തെ മേലാണ് സലാത്ത്, അവിടുത്തെ മേലാണ് സലാം. അവിടുത്തെ പരിശുദ്ധമാക്കപ്പെട്ട ദാത്തിന്മേലാണ് എല്ലാ സലാത്തും സലാമും. ഭൂമുഖത്ത് എവിടെയെങ്കിലും സ്വർഗത്തിന്റെ ഇടമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റൗളത്തും മിൻ റിയാദിൽ ജന്ന, പരിശുദ്ധ നബിയുടെ മിൻബറിനും അവിടുത്തെ വീടിനും ഇടയിലുള്ള സ്ഥലം. പരിശുദ്ധ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമയുടെ ജീവിതത്തിന് സാക്ഷ്യം വഹിച്ച മനോഹരമായ സ്ഥലം, ഭക്തിസാന്ദ്രമായ സ്ഥലം ബാബു ജിബ്രീൽ വന്നു നിന്ന സ്ഥലം. തൂണുകളോ, ഓരോ തൂണിനും ഓരോ കഥ പറയാനുണ്ട്, ഓരോ മന്ദരിക്കും കഥ പറയാനുണ്ട്. ചാരിയിരുന്ന തൂണ് ഒന്ന്, ആയിഷ റളിയല്ലാഹു അൻഹാക്കൊരു തൂണ്. ഇസ്തിവാന സയ്യിദ ആയിഷ റളിയല്ലാഹു അൻഹായുടെ പേരിൽ ഒരു തൂണ്. റൗളത്തും മിൻ റിയാദിൽ ജന്നയിൽ. അബൂ ലുബാബ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ മറ്റൊരു സ്തംഭം, ഇസ്തിവാനത്തു തൗബ, തൗബയുടെ തൂണ് എന്ന പേരിൽ. തൗബക്കും ഒരു തൂണ്. അവിടെയാണ് തൗബ ചെയ്യുന്നത്. ആ വേളയിൽ അബൂ ലുബാബ റളിയല്ലാഹു അൻഹുവിനെ കെട്ടിയിട്ട് ബന്ധിച്ച തൂണ്. ഭാര്യ വന്ന് കെട്ടഴിച്ചിടും. സഹാബത്തിന്റെ ഇടയിലുള്ള രഹസ്യം യഹൂദ വിഭാഗത്തിന് അറിയാതെ ഒറ്റുകൊടുത്തതിന്റെ പേരിൽ ഏറ്റുവാങ്ങേണ്ടി വന്ന ശിക്ഷ. നിസ്കാരത്തിന് വന്നിട്ട് കെട്ടഴിച്ചു വിടും, വീണ്ടും മതമ്മ കെട്ടും. തൗബ ചെയ്ത് മടങ്ങി ഖേദിച്ചു മടങ്ങിയ തൂണിന് തൗബയുടെ തൂണെന്ന് പേര് കിട്ടി. പുണ്യ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ ഒരു തൂണ് സുഗന്ധത്തിന്റെ തൂണ്. ആ ഒരിക്കൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു തൂണിന്മേൽ ആരുടെയോ തുപ്പല് തെറിച്ചതായിട്ട്. പുണ്യ നബി അതിൽ അനിഷ്ടം പ്രകടിപ്പിക്കുമ്പോഴേക്ക് അതിന്മേൽ കൊണ്ടുവന്ന സഹാബത്ത് സുഗന്ധം പൂശി. അത് സുഗന്ധത്തിന്റെ തൂണായി മസ്ജിദുൻ നബവിയിൽ. ആകാശത്തിന് താഴെ ഒരു പച്ചക്കുബ്ബ ചിറകടിച്ചു പോയ ജിബ്രീലിന്റെ കൂടെ പുണ്യ മുസ്തഫ अलैहि व आलिहि व अस्हाबिहि वसल्लम तेरे नाम पर हो दरूद भी तेरे नाम पर हो सलाम भी അങ്ങയുടെ പേരിലാണ് സലാത്തും അങ്ങയുടെ പേരിലാണ് സലാമും तेरे नाम पर हो दरूद भी तेरे नाम पर हो सलाम भी
है लुटी लुटी मेरी सुबह, है बुझी बुझी मेरे शाम भी, तू है मेरे माह तमाम भी, എന്റെ പൂർണ്ണ ചന്ദ്രനും അങ്ങാണ് നബിയെ മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രഭാതവും അങ്ങാണ് നബിയെ, എന്റെ പ്രകാശവും അങ്ങാണ് നബിയെ. ഹജ്ജിന്റെ മധുരം, ഹജ്ജിന്റെ ഇമ്പം, കഅബക്ക് ശേഷം പരിശുദ്ധമാക്കപ്പെട്ട റൗളയിലൊരു നുത്ത്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, الصلاة والسلام عليك يا نبي الله، الصلاة والسلام عليك يا صفي الله، الصلاة والسلام عليك يا خيرة الله، الصلاة والسلام عليك يا كنز الكائنات، الصلاة والسلام عليك يا أشرف المخلوقات. സൃഷ്ടികളിൽ അത്യുത്തമരേ മുസ്തഫ അങ്ങയുടെ മേൽ സലാം. പ്രപഞ്ചനിധിയേ മുസ്തഫ അങ്ങയുടെ മേലിൽ സലാം. സലാം. ആ നിപ്പ് റൗളാ ഷരീഫിന്റെ മുകളിൽ ഈ വിനീതൻ അവസാനിപ്പിക്കുകയാണ്. എഴുതി വെച്ചിട്ടുണ്ട് ഖുർആന്റെ ആയത്ത്, ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തേക്ക്